സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ 65 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ട് ആകത്തില്ലായിരുന്നു. പെട്ടെന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ ബാലൻസ് പോകും. ഏകദേശം ഒരു 58 കിലോമീറ്റർ കിട്ടുന്നു. 58 കിലോമീറ്റർ കിട്ടുന്നു. തടിയൂരിൽ നിന്ന് ഞാൻ വിതുര വരെ ഒറ്റ ട്രാക്കിൽ പോകും. വിതുര വരെ എന്ന് പറഞ്ഞാൽ 175 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചില് ഇടയ്ക്ക് നിൽക്കില്ല. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പിക്കപ്പ് ഉള്ള വണ്ടിയാണ്. കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ ആൾക്കാർ പഠിച്ചു എന്ന് തോന്നുന്നു. പമ്പിലെ ആൾക്കാർ ഈ വണ്ടിക്ക് ഫ്യൂല് ഫില്ല് ചെയ്യാൻ. ഇപ്പൊ തന്നെ കഴിഞ്ഞ സർവീസിന് ശേഷം ഇതിന്റെ ഒരു കത്തുന്നില്ല, ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെ ഉള്ള ബോണസ് ആയിട്ട് എല്ലാരും ഒരു ബ്രാൻഡ് അനുസരിച്ച് ആക്റ്റീവ എന്ന് പറഞ്ഞ് എല്ലാവരും ആക്റ്റീവ എടുത്ത്. ആക്റ്റീവയ്ക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് വീഡിയോസിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏകദേശം 40,000 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുള്ള ഒരു TVS ജൂപ്പിറ്റർ 125 ആണ്. 1.5 വർഷം മാത്രമേ ഈ ഒരു വാഹനത്തിന് പഴക്കം വരുന്നുള്ളൂ. സോ ഈ ഒരു ചെറിയ കാലയളവുകൊണ്ട് ഇത് 40,000 കിലോമീറ്ററോളം കവർ ചെയ്തും കഴിഞ്ഞു. അത്യാവശ്യം ലോങ് റണ്ണുകൾക്കും സിറ്റി റൈഡുകൾക്കും ഫാമിലി യൂസിനും എല്ലാം ഉപയോഗിച്ച ഒരു വാഹനമാണിത്. അപ്പം എങ്ങനെയുണ്ട് ഇത്രയും കാലം ഈ ഒരു വാഹനം ഇത്രയും കിലോമീറ്റർ ഓടിച്ചതെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, ഇതാണ് വാഹനത്തിൻ്റെ ഓണർ സജികുമാർ, നമ്മുടെ സഗീഷിൻ്റെ പപ്പയാണ്. വെൽക്കം ടു വണ്ടി മലയാളം. അപ്പോൾ ജൂപ്പിറ്ററിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഏതായിരുന്നു? ജൂപ്പിറ്ററിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത് ആക്സസ് 125 ആയിരുന്നു. സ്കൂട്ടർ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊറോണയ്ക്ക് ശേഷം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലായിരുന്നു. എൻ്റെ വർക്കെന്ന് പറയുന്ന ഫീൽഡ് വർക്കാണ്. ബാങ്കിങ് ഓട്ടോമേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ. ബാങ്കുകളിൽ പോയിട്ട് ഫീൽഡുകളിൽ പോയി മെഷീനറികളൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ എൻ്റെ വർക്കിംഗ് ലൊക്കേഷന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന രാവിലത്തെ പോക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് 6 മണിക്ക് ബസ് കയറി തിരുവല്ല ഇറങ്ങി തിരുവല്ലയിൽ നിന്ന് പിന്നെ ട്രെയിൻ പിടിച്ച് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴത്തേന് ആളാകെ ടയർഡാവും. പിന്നെ മുന്നോട്ടുള്ള വർക്കുകളൊന്നും നടക്കത്തുമില്ല. അങ്ങനെ കൊറോണയായപ്പം അതിന് ശേഷം പിന്നെ ചെറുതായിട്ട് 2 വീലറിൽ പോക്ക് തുടങ്ങി. ഫസ്റ്റിലൊരു 30 കിലോമീറ്റർ പോയി, പിന്നെ ഒരു 60 കിലോമീറ്റർ 90 കിലോമീറ്റർ അങ്ങനെ പോയി ട്രിവാൻഡ്രം വരെ പോയി. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി സ്കൂട്ടറിലും പോകാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷം ഞാൻ പിന്നെ കുറേ നാൾ ആക്സസ് 125 ഉപയോഗിച്ചു. അതിന് ശേഷം എൻ്റെ മകന് ഒരു ജൂപ്പിറ്റർ പ്രിഫർ ചെയ്ത് അങ്ങനെ ജൂപ്പിറ്റർ എടുത്ത് എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള വസ്ത്രങ്ങളൊക്കെ തേച്ച് ഡിക്കിക്കകത്ത് വെച്ച് ഒരാഴ്ചത്തേക്കുള്ളത് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകാം. ഇവിടുന്ന് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് 135 കിലോമീറ്റർ ഉണ്ട് ട്രിവാൻഡ്രം ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്ത് വരെ. പിന്നെ ഒരാഴ്ച അവിടെ ഈ വണ്ടിയെ തന്നെ ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരും. അങ്ങനെയാണ് അപ്പം മൊത്തത്തിൽ വാഹനത്തിന്റെ ഒരു ഉപയോഗം വരുന്നത് അല്ലേ? അങ്ങനെയാണ് വാഹനത്തിന്റെ ഉപയോഗം വരുന്നത്. പെട്രോൾ അടിക്കുമ്പോൾ തിരിച്ചു അത് ഒരുപാട് ഈ ഒരു ബാച്ചിലുണ്ടായിരുന്ന വണ്ടിക്കുള്ള ഒരു കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. കമന്റ്സിലും കുറെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഒരു സർവീസ് കഴിഞ്ഞപ്പോൾ അത്രയും പ്രശ്നമില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഹൈ സ്പീഡ് നോസിലുള്ളിടത്ത് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇജക്റ്റ് ആകും. അതുപോലെ സ്ലോ സ്പീഡ് നോസിലുണ്ട് പമ്പിന്റെ. സ്ലോ സ്പീഡ് നോസിൽ അടിച്ചു കഴിഞ്ഞാൽ ഇജക്റ്റ് ആവില്ല. ഇപ്പം അത് തന്നെയല്ല, ഇപ്പൊ ആൾക്കാർ പഠിച്ചു എന്ന് തോന്നുന്നു. പമ്പിലെ ആൾക്കാർ ഈ വണ്ടിക്ക് ഫ്യൂല് ഫില്ല് ചെയ്യാൻ ആ ബുദ്ധിമുട്ട് ഇപ്പൊ ഇല്ല. ലോങ് ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ഒരു സിംഗിൾ സ്ട്രെച്ചിലായിരിക്കുമല്ലോ ഓടുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ തിരുവനന്തപുരത്തെ ഉള്ള നിർത്തുന്നത് അതോ ഇടയ്ക്ക് എവിടെ? അല്ല, ഇടയ്ക്ക് ഒരു 65 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നിർത്തും. അത് നിർത്തേണ്ടി വരുന്നതല്ല, ഞാൻ നിർത്തുന്നതാ. ഞാൻ ഓടിച്ച് ഒരു കംഫർട്ടിന് ഒരു ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് നിന്നിട്ട് വീണ്ടും പോകും. അപ്പോൾ ഒറ്റ സ്ട്രെച്ച് ഒരു 65 വരെയൊക്കെ എന്തായാലും ഈസി ആയിട്ട് പോവാം. തീർച്ചയായിട്ടും പോവാം. 65 അല്ല, നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ 65 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ട് ആകത്തില്ലായിരുന്നു. ഈ 65 കിലോമീറ്റർ ഓടി നമ്മൾ വണ്ടി നിർത്തി, പിന്നെ വണ്ടി എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വണ്ടി വീണ്ടും സ്റ്റാർട്ട് ആകും. അത്രയും ദൂരം ഒറ്റ സ്ട്രെച്ച് ഓടി ചൂടായ എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ ഇപ്പൊ ആ പ്രശ്നമില്ല. സർവീസിന് ശേഷം ആ പ്രശ്നം വരുന്നില്ല. എടുത്ത ആദ്യത്തെ ആ കുറച്ച് ടൈമില് വണ്ടി ഓഫ് ആയി പോകും. സിഗ്നലിൽ ചിലപ്പോൾ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കത്തില്ലായിരുന്നു. അത് മറ്റേ ഇവരുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വരുന്നതിന്റെ അതല്ല, ഓട്ടോ ഓഫിന്റെ അല്ല. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. ഓട്ടോ ഓഫിന്റെ ആണോ അല്ലയോ എന്ന്
അത് നമുക്കറിയാം. ഇതല്ലാതെ തന്നെ ഈ പവർ അടിച്ചാലും സ്റ്റാർട്ട് ആവത്തില്ല, അടിച്ചാലും സ്റ്റാർട്ട് ആവില്ല. ഓക്കെ. പിന്നെ തണുക്കണം, എഞ്ചിൻ വണ്ടി ഒന്ന് ഇതാകണം. ആക്സസ് ചെയ്യുന്ന ഇതിലോട്ട് മാറിയപ്പോൾ പെട്ടെന്ന് ഉണ്ടായ കുറച്ച് തോന്നിയ വ്യത്യാസങ്ങൾ. ആക്സസ് എന്ന് പറഞ്ഞാൽ ആക്സസിന് ഡിസ്റ്റൻസ് കുറവുള്ള ചെറിയ ഒരു വണ്ടിയാണ്. അതുപോലെ ആക്സസ് പെട്ടെന്ന് ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇത് ഇച്ചിരി വലിയ നീളമുള്ള വണ്ടി ആയതുകൊണ്ട് ടേണിങ് ഈസി ആയിട്ട് ചെയ്യാം. മറ്റേ പെട്ടെന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ ബാലൻസ് പോകും. ഇതിന് അങ്ങനെ പ്രശ്നമില്ല. അതുപോലെ ആക്സസ് കൊണ്ട് നമുക്ക് ഇപ്പം പാണ്ടിലോറിയെ ഒന്നും ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പിക്കപ്പ് ഉള്ള വണ്ടിയാണ്. കോൺഫിഡൻസ് കിട്ടും. അതല്ലാണ്ട് കംഫർട്ട് വൈസ് അല്ല, ഇനി ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ അതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം തോന്നിയായിരുന്നോ? ബാക്ക് മാത്രം പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ഒരു പരുവത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ യാത്രാസുഖത്തിന്റെ കാര്യത്തിലാണല്ലോ, ഇപ്പോൾ സീറ്റ് കംഫർട്ട് ആണെന്നുണ്ടെങ്കിലും സീറ്റിങ്ങിന് കുഴപ്പമൊന്നുമില്ല, സീറ്റൊക്കെ കംഫർട്ടാണ്. ഞങ്ങളെ പോലുള്ള ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർ വണ്ടിയാണ്. അതുപോലെ ഈ മെഡിക്കൽ റെപ്പുകൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സാമ്പിൾ മെഡിസിനുകളൊക്കെ ഇടുക്കിയിൽ വെച്ചിട്ട് പോകാനും പിന്നെ ഒരു ബാഗ് ഏതായാലും പുറയിലിട്ടുകൊണ്ട് പോയിട്ട് ഒരാഴ്ച ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി താമസിച്ച് തിരിച്ച് വീട്ടിൽ ചെയ്യാൻ അങ്ങനെ ഏറ്റവും നല്ല വണ്ടിയാണ്. ഇപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇപ്പോൾ ഈ ഹോണ്ട, സുസുക്കി, യമഹ ഒക്കെ പോലെ അത്രയും റിലയബിലിറ്റി ഒരു ടി വി എസ് തരുമോ എന്നുള്ളത്. ഇപ്പൊ 40,000 ഓടിയല്ലോ. അല്ല, സ്റ്റാർട്ടിങ്ങിൽ എനിക്കും തോന്നി ഞാൻ ഇത്രയും ദൂരം ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന്. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ വീട് തടിയൂരാണ്. തടിയൂരിൽ നിന്ന് ഞാൻ വിതുര വരെ ഒറ്റ ട്രാക്കിൽ പോകും. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നതാണ് വിതുര വരെ എന്ന് പറഞ്ഞാൽ 175 കിലോമീറ്റർ. ഒറ്റ സ്ട്രെച്ചില് ഇടയ്ക്ക് നിൽക്കില്ല. ഇവിടുന്ന് ട്രിവാൻഡ്രം പോയി റൂമിലൊന്ന് കയറി ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാധനം എടുത്തു അപ്പോൾ തന്നെ വിട്ടു. ഒരു ദിവസം കൊണ്ട് 125 ഈസി ആയിട്ട് കവറായി. ഓക്കെ. ഇപ്പം ഈ ഒരു ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വഴി പെട്ടുപോകാന്നുള്ള പേടിയൊന്നുമില്ല? അങ്ങനെ യാതൊരു പേടിയില്ല. എനിക്കൊന്ന് കൂടുതൽ ആളുകൾക്കും ടി വി എസ് എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു പേടിയാണ്, അത് ഈ ഹോണ്ട പോലെ അല്ലെ യമഹ പോലെയൊക്കെ അത്രയും കിലോമീറ്റർ ഓടുപോയില്ലോ എന്നുള്ളത്. അപ്പോൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും അത്രയും ഒരു എക്സ്റ്റെൻസീവ് ടെസ്റ്റ് നടത്താൻ സാധിക്കില്ല. 40,000 കിലോമീറ്റർ ഒന്നും ഒരു വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റില്ല. അപ്പം ഒരു ഇത്രയും ചെറിയ കാലം കൊണ്ട് ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു യൂസറിൻ്റെ ഭാഗത്തു നിന്നാണ് നിങ്ങളത് കേട്ടത്. അതും നല്ല ഓട്ടമുണ്ട്. ഈ ഒരു 1.5 വർഷം കൊണ്ട് 40,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടം തന്നെയാണ്. അപ്പോൾ കംഫർട്ട് വൈസ്, റിലയബിലിറ്റി വൈസ് ഓക്കെ ആണ്. ഇത് എല്ലാ ഭാഗത്തും ഞാൻ പാലയൊക്കെ ഈ വണ്ടിക്കാണ് പോകുന്നത്. കോട്ടയം, പാല 3 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, അങ്ങനെ സൗത്ത് സൈഡ്, അങ്ങനെ പകുതി കോട്ടയം സൈഡ് വരെ. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഇന്നേ വരെ, കൊറോണയ്ക്ക് ശേഷം ഇന്നേ വരെ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇങ്ങനെ ഓടുന്ന മൈലേജ് നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്? മൈലേജ് ഏകദേശം ഒരു 58 കിലോമീറ്റർ കിട്ടുന്നു. 58 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഏത് സ്പീഡിൽ ഓടിക്കുമ്പോൾ അത്രയും മൈലേജ്? അത് നമ്മൾ ഓവർ സ്പീഡിൽ ഒരു 50-55 കിലോമീറ്റർ. 50 കിലോമീറ്റർ മതി. 50 കിലോമീറ്റർ പെർഫെക്റ്റ് ആണ്. 50 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് 58 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്. നല്ലൊരു മൈലേജ് ആണ്. ഒരു സ്കൂട്ടർ 125cc സ്കൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 58 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ യൂസർ പറയുന്ന മൈലേജ് വൈസ് ഇറ്റ്സ് എ റിയലി ഗുഡ് മൈലേജ്. പിക്കപ്പും ഉണ്ട് അതിന്. പിക്കപ്പ് പലരും തന്നെ ട്രാഫിക്കിൽ സിഗ്നലിൽ നിൽക്കുമ്പോൾ ചോദിക്കും ഈ വണ്ടി എവിടുത്തെയാണ്, നമ്പർ പ്ലേറ്റ് കണ്ടുകൊണ്ട് വണ്ടി. ഞാൻ പറയും ഇന്നടുത്ത് റാന്നിന്ന് വരുന്നതാണ്. അപ്പോൾ റാന്നിന്ന് വരുന്നതാണോ? ഇത്രയും ദൂരം നിങ്ങൾ ഈ വണ്ടിയിൽ വരുക? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കണ്ടിന്യൂസ് 3-4 വർഷമായിട്ട് ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് എത്ര ആവറേജ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 58, ഏകദേശം 58 കിട്ടും. അതിൽ 1 കിലോമീറ്ററൊക്കെ കുറയുകയും കൂടുകയും ചെയ്യാം. 50 മുകളിൽ എങ്ങനെയാണെങ്കിലും 55 മുകളിൽ കിട്ടും. ഓക്കെ, നൈസ്. അതുപോലെ എഞ്ചിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്, കാരണം ഇപ്പം ആക്സസ് ഓടിച്ചിട്ട് ഇപ്പോൾ ഒരു ടി വി എസ് വണ്ടി, ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഓടിക്കുമ്പോൾ ഉള്ള ഒരു എഞ്ചിൻ സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആക്സസ് ഓടിച്ച് ചൂടായി കഴിയുമ്പോഴേ അതിന് മോന്നുള്ളൊരു സൗണ്ട് എഞ്ചിനിൽ നിന്ന് വരും. ഇതിന് ആ പ്രശ്നമില്ല. ഇത് നമ്മൾ കണ്ടിന്യൂ ഓടിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഇതിന് ഓടിച്ച് തക്കല വരെ പോയിട്ടുണ്ട്. തക്കല വരെ പോയിട്ട് അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും അബ്നോർമൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടി നിർത്തും. അത് അങ്ങനെ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ സർവീസ്, ഇപ്പോൾ ടി വി എസ് ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ സർവീസിൻ്റെ കാര്യത്തിൽ. സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സർവീസ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് എല്ലാം മൊത്തം ഒന്ന് ചെക്ക് ചെയ്യണം. ഇൻഡിക്കേറ്ററും ബ്രേക്കും എല്ലാ കാര്യവും എന്തെങ്കിലും ഒന്ന് അവർ മിസ് ചെയ്യും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വണ്ടി നമ്മൾ എടുത്തു കഴിയുമ്പോൾ നോക്കണം. ഇപ്പം തന്നെ കഴിഞ്ഞ സർവീസിന് ശേഷം ഇതിൻ്റെ ഒരു കത്തുന്നില്ല, ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. ഓക്കെ.
അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു പണി തീർത്തു തന്നെ അതിന്റെ കൂട്ടത്തിൽ ചില ബോണസ് ആയിട്ട് ബോണസ് ആയിട്ട് പക്ഷെ അങ്ങനെയുള്ള ചെറിയ ഈ കാര്യങ്ങളല്ലാണ്ട് അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാണ്ട് വേറെ സർവീസിൽ പറയാനൊന്നുമില്ല. അതിപ്പോ ഒരു കംപ്ലൈന്റും കൊണ്ട് നമ്മൾ കൊടുത്തിട്ട് ആ കംപ്ലൈന്റ് മാറ്റാണ്ട് കിട്ടുന്ന അവസ്ഥ, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? ഇതുവരെയും വന്നിട്ടില്ല. ഇതുവരെ എൻ്റെ ഈ വണ്ടിക്ക് വന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഫസ്റ്റ് ടൈമില് ഇതിന്റെ ഫ്രണ്ടിലെ ഡിസ്ക് 2 തവണ മാറിയതാണ്. തുടക്കത്തിൽ അപ്പൊ അവര് പറയും ഞാൻ എന്തോ അലൈൻമെന്റ് മിസ്സിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് വൈബ്രേറ്റ് ചെയ്യുമായിരുന്നു ഫ്രണ്ട് ഹാൻഡിൽ. ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡിസ്ക് മാറ്റിയായിരുന്നു. അതപ്പോ എങ്ങനെ വാറണ്ടിയിലാണോ അതോ പൈസ? അത് വാറണ്ടിയിൽ മാറ്റി. 2 പ്രാവശ്യം. ഓക്കെ. അപ്പൊ ആദ്യം ഒന്ന് മാറ്റി, പിന്നെയും പ്രശ്നം കാണിച്ചപ്പോൾ അവർ രണ്ടാമതും മാറ്റി തന്നു. ഓക്കെ. അപ്പൊ നമുക്ക് അതിൽ ചെലവൊന്നും വന്നില്ല. എന്നിട്ട് ഇപ്പൊ ഫിക്സ് ആയി? ഇപ്പൊ ഫിക്സ് ആണ്, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. വേറെ എന്തെങ്കിലും അങ്ങനെ പാർട്സ് മേജർ ആയിട്ട് മാറേണ്ടി വന്നിട്ടുണ്ടോ? വേറെ പാർട്സ് ഇപ്പം ഞാൻ റണ്ണിങ് അനുസരിച്ച് ഇപ്പൊ നോർമലി നമ്മൾ ബെൽറ്റും അതും ഇതുമൊക്കെ മാറുമല്ലോ, അങ്ങനെയുള്ള അത് മാറിയിട്ടേ ഉള്ളൂ, ഒരു പ്രാവശ്യം മാറിയതേ ഉള്ളൂ. ഓക്കെ. അല്ലാണ്ട് ഇപ്പൊ ഒരു പണി വന്നിട്ട് ഒരു പാർട്ട് മാറേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഇതുവരെ ജനറൽ സർവീസിൽ മാറുന്ന കാര്യങ്ങൾ മാത്രം മാറിയിട്ടുണ്ട്. ഓയിൽ മാറുക, അത് ഇപ്പോൾ ഒരു നോർമലി എത്ര രൂപയോളം കോസ്റ്റ് വരുമായിരിക്കും ഒരു സർവീസിന്? ഫസ്റ്റ് സർവീസിന് ഏകദേശം 800 രൂപ, 800-1000 അടുപ്പിച്ച് വരും. പിന്നെ നമ്മൾ 20,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പിന്നെ ബെൽറ്റ് മാറി, ബാരിയേറ്റർ മാറി, അതിൻ്റെ ഹൗസിങ് മാറി. അപ്പോൾ ഏകദേശം ഒരു 2,500 രൂപ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാറിയില്ല. അത് അല്ലാതെ അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല സർവീസിങ്. കുഴപ്പമില്ല. അതുപോലെ ക്വാളിറ്റി വൈസ് വണ്ടി എങ്ങനെയുണ്ട്? ബോഡി ക്വാളിറ്റി ആണെങ്കിലും ഫൈബർ അല്ലല്ലോ, കുറെ ഭാഗം മെറ്റൽ വരുന്നുണ്ട്, കുറച്ച് ഭാഗം ഫൈബറും ഒക്കെ ആയിട്ടായിരുന്നു. വൈബ്രേഷൻ ഒന്നുമില്ല, മറ്റേ തടുതടാന്ന് അടിക്കുന്നില്ല. ഇതിന്റെ ഫ്രണ്ടിന്റെ മൽഗാർഡ് എനിക്ക് തോന്നുന്ന മെറ്റലാണെന്ന് തോന്നുന്നു. സൈഡ് ബോഡി മെറ്റലാണ്. ബാക്കി കുഴപ്പമില്ല. ഇതുവരെ ഒരു വൈബ്രേഷൻ അങ്ങനെയൊന്നുമില്ല. ഇലക്ട്രിക്കൽ വൈസ് ആയിട്ട് എന്തെങ്കിലും ലൈറ്റ് കത്താതിരിക്കുക, അല്ല ഫോഗപ്പ് അടിക്കുന്ന പരിപാടികൾ, ലൈറ്റിന്റെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് പിന്നെ സർവീസിന് ശേഷമുള്ള മാത്രം, അതല്ലാതെ നോർമലി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെഡ് ലാമ്പ് എങ്ങനെയുണ്ട്? ഇതിന്റെ ലാമ്പ് പോരാ, ഇച്ചിരൂടെ ബീം ഇത് വേണം, ബ്രൈറ്റ്നസ് വേണം. മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച് നമ്മുടെ വളരെ കുറവാണ് ഇതിന്റെ ലൈറ്റ്. വേറെ വണ്ടികളുണ്ടല്ലോ, ഹോണ്ട ടൈപ്പ്, അതൊക്കെ ഭയങ്കര നല്ല ലൈറ്റ്, ഹെഡ് ലൈറ്റ് നല്ല ബ്രൈറ്റ് ആണ്. പക്ഷെ നമ്മുടെ ഹെഡ് ലൈറ്റ് ഇച്ചിരി കുറവാണ്, കുറച്ചും കൂടെ ബെറ്റർ ആവേണ്ട. പിന്നെ അത്ര പ്രശ്നമില്ല, നമ്മളത്ര രാത്രിയായിട്ടെങ്ങും പോകുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ റബ്ബറൊക്കെ ഉള്ള റോഡിൽ വരുമ്പോഴേ അവിടെ ഇച്ചിരി ലൈറ്റ് കുറവാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. നല്ല ഇരുട്ടുള്ളിടത്ത് ബീം പോരാ. അതുപോലെ ഈ മീറ്ററിന്റെ അവിടെ ഈ ഫ്രണ്ടിൽ ക്രോം ഏരിയ വന്നിടത്തൊക്കെ ഞാൻ കുറച്ച് ക്രോം ഇങ്ങനെ പോയേക്കുന്നത്. ക്രോം അത് ഈ സർവീസിന് ശേഷമാണ്. ഫസ്റ്റ് സർവീസ് ചെയ്തപ്പം ഒരു ശകലം മീറ്ററിന്റെ ഇവിടെ ആയിട്ട് മാറി. പിന്നെ വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടാ, അല്ലാതെ വേറെ കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ വാട്ടർ സർവീസ് പോയതാണ് ഇത്. വേറെ എവിടെങ്കിലും ഇത് പോയിട്ടുണ്ടോ? ഈ ഒരു പോർഷൻ മാത്രം അല്ലാണ്ട് വേറെ ക്രോം ഇത്രയും ഭാഗത്തല്ലേ ഉള്ളൂ. ഡാമേജ് അങ്ങനൊന്നും ഇല്ല, പെയിന്റിന് ഡാമേജ് ഇല്ല. പെയിന്റ് എനിക്ക് തോന്നുന്ന പൗഡർ കോട്ടിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് മാറ്റ് ഫിനിഷിൽ ഒരു മെറ്റൽ കോട്ടിംഗ് അത്. അതിന് കുഴപ്പമില്ല. പിന്നെ ഈ ഫാമിലി യൂസിന് അങ്ങനെ ഉണ്ട്? നമുക്ക് ഫാമിലി യൂസിനും കുഴപ്പമില്ല. വളരെ നീളമുള്ള ഇതല്ലേ, സീറ്റല്ലേ, 50-50 ഇരിക്കുന്ന ഒരു ഇടയ്ക്ക് ഒരു കുട്ടിയെ ഇരുത്താം, ബൈക്കിൽ ഒരാളെ ഇരുത്താം. സ്പേസിന് ഇഷ്യൂ ഇല്ല. പിന്നെ മാർക്കറ്റിൽ പോകാൻ ഏറ്റവും ബെറ്റർ വണ്ടിയാണ്. എത്ര സാധനം വേണേലും ഇതിനകത്ത് കൊള്ളുന്നതാണ്. ഇതാണ് ഇഷ്ടംപോലെ സാധനം വാങ്ങി ഫ്രണ്ടിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും നല്ല സ്പേസ് വരുന്നുണ്ട്. സ്പേസിനും ഒരു കുറവില്ല. 2 പേർക്ക് ഇരിക്കാം, 2 പേർക്കും ഒരു കുഞ്ഞിനും ഇരിക്കാം. അതുപോലെ സ്ഥലം വരുന്നുണ്ട്. അതുപോലെ വൺ സൈഡ് ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും വൺ സൈഡ് ഇരിക്കുന്നതും കംഫർട്ടാണ്. വണ്ടിയുടെ ഫ്രണ്ടിന്റെ ഇതില്ലേ, ഫോർക്കിന്റെ ഈ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഭയങ്കര ഹാർഡായിരുന്നു. കട്ടറിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ താടി ഇടിക്കുന്നു അതുപോലത്തെ ഇതായിരുന്നു. പിന്നെ സെക്കൻഡ് സർവീസിൽ അവർ
എന്താ ചെയ്തിട്ട് ഇച്ചിരി സ്മൂത്താക്കി. അതായത് വണ്ടി നമുക്ക് ഡെലിവറി കിട്ടി ആ ഒരു ടൈമിൽ നല്ല ടൈറ്റ് ആയിരുന്നു. നല്ല ടൈറ്റ് ആയിരുന്നു. നല്ല ടൈറ്റ് ആയിരുന്നു. അത് ടാറിട്ട് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മറ്റേ ആ സസ്പെൻഷൻ ഇല്ല, അങ്ങ് കമ്പ് കുത്തി വെച്ചിരിക്കുന്ന മാതിരിയുള്ള ഒരു ഫീലാണ്. പിന്നെ സർവീസിന് ചെയ്ത ശേഷം അത് ഇപ്പം ഇത് നല്ല സ്മൂത്തായി. കട്ടറിൽ കൂടെ പോയി കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ എടുത്തടിക്കുമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അല്ല, അത് സർവീസിൽ അവരോട് പറഞ്ഞു ഇന്നതുപോലെ തന്നെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവരത് നോക്കിയിട്ട് അതിന്റെ ഓയിലിങ്ങിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് എന്താന്ന് തോന്നുന്നു. പുതിയ വണ്ടി ആയതുകൊണ്ട് അവരത് വാറണ്ടിയുടെ ഇതില് അവരത് ചെയ്തു തന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. നമുക്ക് പൈസ ചെലവ് വന്നാലാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട്. ഇല്ല, പൈസ ചെലവ് എനിക്കിത് അങ്ങനെ പ്രത്യേകിച്ച് ഈ സർവീസിന് കൊടുക്കുമ്പോഴത്തെ ഉള്ള ചിലവേ ഉള്ളൂ, അല്ലാതെ എക്സ്ട്രാ ചെലവ്. പിന്നെ ഒരുപാട് ഓടിക്കഴിയുമ്പോൾ വണ്ടിക്ക് സൗണ്ടിൽ വ്യത്യാസം വരുവാണെങ്കിൽ ഞാൻ തന്നെ ഓയിൽ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പം കറക്റ്റ് ഇന്റർവെല്ലിൽ അല്ലാണ്ട് എന്തെങ്കിലും മിസ്സായി പോകും അല്ലെ? കാരണം ഓട്ടം അതെ, ഓട്ടം അതുപോലെ ഉണ്ടല്ലോ, ശരിക്കും ഓടുന്നുണ്ട്. 100-500 മേലോട്ടും ഓടും. മിനിമം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 150 കിലോമീറ്റർ മിനിമം ഓടുന്നുണ്ട്. മിനിമം 150 കിലോമീറ്റർ മിനിമം ഓടുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പോയിട്ട് തിരികെ വരുവാണെങ്കിൽ 250 മേലും ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു കിലോമീറ്റർ ആവും കവർ ചെയ്തിട്ടാണ് വരുന്നത്. കാര്യം ഈ വണ്ടി അല്ല എവിടെയും പോകുന്നത്. ടയർ എത്ര പ്രാവശ്യം മാറിയിട്ടുണ്ട്? 3 ടയർ മാറി. അതായത് ബാക്കിൽ രണ്ട് പ്രാവശ്യം മാറി, ഫ്രണ്ടിൽ ഒരു പ്രാവശ്യം മാറി. ഫ്രണ്ട് അപ്പോൾ ഒരു 20,000 കിട്ടിയിട്ടുണ്ട്. ബാക്ക് എനിക്ക് തോന്നുന്നു 10-15,000-നുള്ളിൽ വരുന്നുണ്ട്. ബാക്ക് 2 പ്രാവശ്യം മാറി. ഇത് ഏത് ടയറാണ് ഇത് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഇപ്പം ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം മാറിയപ്പോ TVS-ന്റെ തന്നെ ടയറായിരുന്നു. അത് നല്ല പെർഫോമൻസ് തന്നെ. നല്ല പെർഫോമൻസ് തന്നെ. ഇപ്പൊ ഞാൻ മാറിയെന്നേ ഉള്ളൂ. അതെന്നാലും ഒരു 10,000-2,000 കിലോമീറ്റർ ഓടിക്കായിരുന്നു. എന്നാലും ഞാൻ ലോങ് ട്രിപ്പ് പോകുന്നത് ഞാനങ്ങ് മാറിയെന്നേ. പുറത്ത് എവിടെങ്കിലും പണിയേണ്ടതായിട്ട് വരും അല്ലെ? അങ്ങനെ വഴിയിൽ കിടന്നിട്ടില്ലല്ലേ? ഇതുവരെയും വഴിയിൽ എങ്ങും കൊടുത്തിട്ടുമില്ല, കിടക്കേണ്ടിയും വന്നിട്ടില്ല. അപ്പം കൂടുതൽ ഹൈവേ ഓട്ടമാണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സിറ്റിക്കകത്തൂടെ ഒരുപാട് ഓടേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ട്രാഫിക്കിലൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ളൊരു? തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് പോർട്ടിലാണ് ഏറ്റവും റഷുള്ള സ്ഥലം. ഈസ്റ്റ് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അതിനകത്തോടെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തൂടെ എല്ലാം കുത്തി കറങ്ങി കയറി പോകുന്നത്. പ്രശ്നമൊന്നുമില്ല. ഇല്ല. കാര്യം വണ്ടി ഇടയ്ക്ക് സ്റ്റോപ്പ് ആകുന്നില്ലല്ലോ. വണ്ടി സ്റ്റാർട്ട് ആയാൽ പിന്നെ നമ്മൾ സ്റ്റോപ്പ് ആക്കിയെങ്കിലേ സ്റ്റോപ്പ് ആകത്തുള്ളൂ. ഇടയ്ക്ക് പിന്നെ പ്രോബ്ലം ഇല്ല. 150-200 കിലോമീറ്റർ ഒക്കെ വൺ സൈഡ് പോയി നിൽക്കുന്നവർക്കാണെങ്കിൽ ഒരാഴ്ച അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയെ തന്നെ തിരിച്ചു വരാം. തിരുവനന്തപുരത്ത് പോകുന്ന ടെക്നോ പാർക്കിൽ പോകുന്നവരൊക്കെ രാവിലെ തിങ്കളാഴ്ച ദിവസം ഇത്ര റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലെ തിങ്ങി ഞെരുങ്ങിയാണ് ആണും പെണ്ണും എല്ലാം കൂടെ പോകുന്നത്. ആൾക്കാർ വിചാരിക്കുന്നത് ഈ തിരുവനന്തപുരം വളരെ ദൂരമാണെന്ന്. ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ച് പോയതുകൊണ്ട് എനിക്കത് തോന്നുന്നില്ല. അപ്പോൾ ഈ വണ്ടിയിൽ സമയമില്ല. 6:40-ന് അഞ്ചുനാട് വരുന്നത്, ബസ് കൊണ്ട് ചാടിക്കുന്നതും 6:40-നാണ് അവിടെ. ഈ 2 ടൈമിൽ അവിടുന്ന് ഓടിപ്പോയി ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ പാളം ക്രോസ് ചെയ്ത് വേണം ട്രെയിൻ പിടിക്കാൻ. അവിടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ തിരുവല്ല മുതൽ ടെക്നോ പാർക്കിന്റെ സ്റ്റോപ്പ് വരെ നിൽക്കണം. അവിടെ സീറ്റ് കിട്ടില്ലല്ലോ. അത്രയും ബുദ്ധിമുട്ടില്ല. സ്കൂട്ടറിന് പോയാൽ ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് നമുക്ക് ഒന്ന് നിർത്താനും പറ്റും, നമ്മുടെ സൗകര്യത്തിന് പോകാൻ പറ്റും. ഇച്ചിരി കൂടുതൽ എടുക്കും. നമ്മളിപ്പോ ആദ്യം ഞാൻ ചോദിക്കാൻ, എത്ര നേരം എടുക്കും നമ്മൾ ഇവിടുന്ന് ഇപ്പൊ വിട്ട് കഴിഞ്ഞാൽ? ഞാൻ 3.5 മണിക്കൂർ കൊണ്ട് കണ്ടിന്യൂ വിട്ട് പോയി കഴിഞ്ഞാൽ 3.5. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ലേസി റെസ്റ്റ് ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ 4 മണിക്കൂർ. 3.5 മണിക്കൂർ വലിയ ഒരു ഒത്തിരി ടൈം അല്ലല്ലോ തിരുവനന്തപുരത്ത്. ഇല്ല. ഇപ്പൊ ട്രെയിനിൽ പോയാലും 2.5 മണിക്കൂർ, കാറിന് പോയാലും ഏകദേശം 3 മണിക്കൂർ. ടൈമിങ്ങിന്റെ കുഴപ്പമില്ല. ഓക്കെ. അപ്പം പലരുടെയും ഫീഡ്ബാക്ക് കേൾക്കുന്ന പോലെ അത്ര പ്രശ്നമായിട്ടുള്ള ഒരു വണ്ടിയല്ല. ഇല്ല, ആരും ഉപയോഗിച്ചിട്ടില്ല. അതാണ് എല്ലാരും ഒരു ബ്രാൻഡ് അനുസരിച്ച് ആക്റ്റീവ എന്ന് പറഞ്ഞ് എല്ലാവരും ആക്റ്റീവ എടുത്ത്. ആക്റ്റീവയ്ക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു 60-70 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ബൈക്ക് വീൽ കണ്ടമാനം ചൂടാവും. ബൈക്ക് വീൽ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പഞ്ചറാകാൻ വളരെ പെട്ടെന്നുള്ള ചാൻസ് ആണ്. ഇത് ആക്സസ് 125 കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളൊരു 55 കിലോമീറ്റർ ഓടിക്കഴിയുമ്പം നല്ല പഴുത്തിരിക്കും ടയർ. അപ്പോൾ അത്രയും
ടയർ എത്രയും ചൂടാവും തോറും ഈ പഞ്ചർ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും റബ്ബർ. ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, ചൂടാവത്തില്ല. അത് കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് നോക്കാണ്ടാണ് ഇതിനെ ജഡ്ജ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ, ആരും ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാതെ തന്നെ ജഡ്ജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെ ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്ന ഫസ്റ്റ് ടൈമിലുണ്ടായിരുന്ന ഫ്യൂവലിങ്ങിന്റെ മാത്രമായിരുന്നു. ആ ഒരു വിഷയം ഇപ്പോൾ ഇല്ല. പെട്രോൾ പമ്പുകാരും അടിക്കാൻ പഠിച്ചു. പിന്നെ അല്ലെങ്കിലും ഹൈ സ്പീഡ് നോസിൽ അടിച്ചു കഴിഞ്ഞാൽ ഇജക്ട് ചെയ്യും, എയർ വരും. സ്ലോ സ്പീഡ് നോസിൽ അടിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ പോകും. എനിക്കൊന്ന് അത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തേക്കാം, ചോദിച്ചറിയാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക വണ്ടി. അതിപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും പറയുന്നത് മാത്രം കേട്ടിട്ട് ആ വണ്ടിയെ ജഡ്ജ് ചെയ്യുക അല്ല മനസ്സിലാക്കുക, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് പോയി ഓടിച്ച് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് വാങ്ങിക്കുക എന്നുള്ളൂ. കാരണം നമ്മളും ജൂപ്പിറ്റർ 125ൻ്റെ റിവ്യൂസ് ഇടുമ്പോഴും ഒക്കെ തന്നെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൺസേണിങ് ആണ് ഇതിന് ഫുട്ബോളിൽ ടാങ്ക് വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതിന് കംഫർട്ട് ഉണ്ടോ, ഈ പറയുന്ന പോലെ ഇതിന് മറ്റ് ജാപ്പനീസ് ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും റിലയബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ എനിക്കറിഞ്ഞൂടെ. ഇതിലും കൂടുതൽ എങ്ങനെയാണ് റിലയബിലിറ്റി നമുക്ക് ഇനി കാണിച്ചു തരാൻ പറ്റുന്നത്. കാരണം നമ്മൾ പല വണ്ടികളും കണ്ടുകൊണ്ട് 5, 6, 7 വർഷം കൊണ്ട് ചിലപ്പോൾ 10,000, 12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ 1.5 വർഷം കൊണ്ട് 40,000, അത് നല്ല രീതിക്ക് വണ്ടി അബ്യൂസ് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടാലും മനസ്സിലാവും. ബാക്കി ഓടിക്കാനുള്ള കണ്ടീഷനെ പറ്റിയിട്ട് യൂസർ തന്നെ നിങ്ങളോട് പറയുകയും ചെയ്തു. സോ ഇതിൻ്റെ ബേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പോയി ഓടിച്ച് നോക്കിയിട്ട് തീരുമാനിക്കുക അല്ലേ? അതെ, സംശയം ഉണ്ടെങ്കിൽ മീറ്റർ നോക്കാം, മീറ്ററും കാണിക്കാം, അതുപോലെ ബില്ലും കാണിക്കാം. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഇത്രയും ടൈം എടുത്ത് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നത്. ഓൾ ദി ബെസ്റ്റ്.